ഈസി കൊമേഴ്സ്. ഓരോ ഓർഗനൈസേഷനും അവർ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ നേച്ചർ അനുസരിച്ച് നമ്മളിവിടെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ, മറ്റൊന്നാണ് നോൺ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ്. മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനെയും നോൺ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനെയും പറ്റി ഡീറ്റെയിൽ ആയി പറയുന്നതിന് മുൻപ് നമുക്ക് ഗുഡ്സും സർവീസും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. ഏതൊരു ഓർഗനൈസേഷനും മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ അത് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ അത് സർവീസസ് ആവാം. നമുക്കിവിടെ സർവീസും ഗുഡ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഗുഡ്സ് ആർ ടാഞ്ചിബിൾ ആൻഡ് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. സോ ഗുഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിസിക്കൽ ഫോമിലുള്ള ഒരു വസ്തുവായിരിക്കും. ബുക്സ് ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്കത് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആർ ഓൾവേസ് ടാഞ്ചിബിൾ. പക്ഷെ സർവീസ് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ സർവീസിനെ നമ്മളെപ്പോഴും ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുന്നത്. കാരണം സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് എന്നാണ് പറയുന്നത്. അതായത് ഗുഡ്സ് എപ്പോഴും പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അംബ്രല്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് റെയിനി സീസണിലാണ് കൂടുതൽ യൂസ്ഫുൾ ആയി വരുന്നത്. സോ ഇത് നമ്മൾ സമ്മർ സീസണിൽ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഔട്ട് ആകുമ്പോൾ അത് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കത് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് പിന്നീട് നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. സോ ഗുഡ്സ് എപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ സർവീസ് ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് തന്നെ അതുപോലെ സർവീസ് ഒരിക്കലും ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് ഫ്യൂച്ചറിന് വേണ്ടി വെക്കാൻ പറ്റാത്ത ഒന്നാണ്. സോ അതൊരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്ത് കുറേ നാൾ ഫ്യൂച്ചറിലോട്ട് വെക്കാൻ പറ്റാത്ത ഒന്നാണ്. സോ തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറി എൻവയോൺമെന്റ് ബട്ട് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മാർക്കറ്റ് എൻവയോൺമെന്റ്. സോ ഗുഡ്സ് എപ്പോഴും പ്രൊഡക്ഷൻ യൂണിറ്റിലായിരിക്കും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത്, എന്നിട്ടാണ് അത് മാർക്കറ്റിലോട്ട് വരുന്നത് ഫോർ ദ സെയിൽസ്. പക്ഷെ സർവീസ് എപ്പോഴും ഏതാണോ ആ ഒരു പ്ലേസ് അവിടെ തന്നെ നമ്മളത് മാനുഫാക്ചർ ചെയ്ത് അവിടെ തന്നെയാണ് നമ്മളത് സെല്ലും ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒരേ ടൈമിൽ തന്നെ നടക്കുന്നത് കൊണ്ട് തന്നെ സർവീസ് എപ്പോഴും മാർക്കറ്റ് എൻവയോൺമെന്റിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആർ മെയിൻലി സ്റ്റാൻഡർഡൈസ്ഡ് ബട്ട് സർവീസസ് ആർ കസ്റ്റമൈസ്ഡ്. അതായത് ഗുഡ്സ് എപ്പോഴും ഒരേ രീതിയിലായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു പ്രൊഡക്റ്റ് ഒരേ രീതിയിൽ തന്നെയായിരിക്കും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ സർവീസ് എപ്പോഴും കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ റെൻഡർ ചെയ്യുന്നത്. ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് ക്വാളിറ്റിയാണ്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് എപ്പോഴും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കും അൾട്ടിമേറ്റ് കസ്റ്റമർ എൻജോയ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് സർവീസ് അതെപ്പോഴും പ്രോസസ്സ് അനുസരിച്ചിട്ടായിരിക്കും. അതായത് സർവീസിന്റെ പ്രോസസ്സ് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ക്വാളിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ആണ് നമ്മൾ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് നോൺ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗുഡ്സിലും സർവീസിലും കണ്ട അതേ സെയിം ഡിഫറൻസസ് തന്നെയാണ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ് പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ദാറ്റ് ആർ ടാഞ്ചിബിൾ ഇൻ നേച്ചർ. ഇത് ഓൾറെഡി നമ്മൾ ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസിൽ പറഞ്ഞ കാര്യമാണ്. മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ് എപ്പോഴും ടാഞ്ചിബിൾ നേച്ചറിലുള്ള ഗുഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ് നോൺ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ദ പ്രോഡക്ട്സ് ഓഫ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഫിസിക്കൽ ഫോം. ഇതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഗുഡ്സ് ടാഞ്ചിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, വെയർ ഹൗസസ്, അവിടെയൊക്കെ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺ ദി അതർ ഹാൻഡ് സർവീസ് ഒരിക്കലും നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഹാവ് നോ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദി ഓപ്പറേഷൻ. അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയും അത് കൺസ്യൂം ചെയ്യുന്ന ഏരിയയും തമ്മിൽ വളരെയധികം ഡിഫറൻസ് മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിനും ആ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷനുമായി ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവില്ല. ഓൺ ദി അതർ ഹാൻഡ് സർവീസസ് എപ്പോഴും റെൻഡർ ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ പ്രസൻസിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ആ ഒരു സർവീസ് റെൻഡർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തൗട്ട് കസ്റ്റമർ ആൻഡ് ദി സർവീസ് റെൻഡർ ഒരു സർവീസിന് ഹാപ്പൻ ആവാൻ പറ്റില്ല എന്നുള്ളതാണ് മാനുഫാക്ചറിംഗ് ആൻഡ് നോൺ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ തമ്മിലുള്ള മേജർ ഡിഫറൻസസ്.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.